റാസ അലീഫ് സ്ത്രീയാണ്, ഡോക്ടറാണ്. ഏകദേശം 45ഓളം വയസ്സ് വരും. ലെബനീസ് സിറ്റിസണാണ്. ഇവർ അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്കൂളിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ കൂടിയായിരുന്നു. ഇവർ തിരിച്ച് അമേരിക്കയിലോട്ട് വരുന്ന സമയത്ത് ഇവരോട് അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറ്റി തിരിച്ച് ലെബനനിലോട്ട് അങ്ങ് വിട്ടു. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഷിയ മുസ്ലിം വിശ്വാസിയായ റാസ അലീഫിനെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചതിൻ്റെ കാരണം എന്താ? പല വാർത്തകൾ വരുന്നുണ്ട്, ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലെബനീസ് മീഡിയ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവർ അറിയപ്പെടുന്ന ഒരു നെഫ്രോളജി ഡോക്ടറായിരുന്നു. അതിൻ്റെ മാസ്റ്റേഴ്സും അതിൻ്റെ മറ്റുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനൊക്കെ വേണ്ടിയാണ് അവർ അമേരിക്കയിൽ വരുന്നത്. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അതിനുശേഷം അവർ ഓഹിയോയിൽ യൂണിവേഴ്സിറ്റി പഠിച്ചു, മറ്റൊരു ഫെലോഷിപ്പ് എടുത്തു നെഫ്രോളജിയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഇവർ ജോയിൻ ചെയ്യും. നല്ല ടീച്ചറാണ്. ഇവരൊരു കടുത്ത ഷിയ അനുഭാവിയാണ്. അതിനേക്കാളുപരി ഹിസ്ബുള്ളയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരുന്നു. ഇവർ കിട്ടുന്ന ശമ്പളത്തിൻ്റെ അകത്തുനിന്ന് 75% അത് അവർ ഷിയ അനുകൂല സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് ഇവർ അയച്ചുകൊണ്ടിരുന്നു കൃത്യമായിട്ട്. എന്നിട്ട് ഇവർക്കറിയാവുന്ന പല ഷിയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ട് അത് ഹിസ്ബുള്ളയ്ക്ക്, കാരണം ടെററിസം നടത്താൻ വേണ്ടി ഇവർ സ്ഥിരമായിട്ട് പണം അയച്ചുകൊണ്ടിരുന്നു. ഇവരെപ്പറ്റി മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. അപ്പം അമേരിക്ക പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം ഈ ഹിസ്ബുള്ളയുടെ ചീഫ് നസറുള്ള, അപ്പം അയാളുടെ ശവസംസ്കാര ചടങ്ങ് നടന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിട്ടാണ് അമേരിക്കയിൽ നിന്നും പോകുന്നത്. അതിൽ പങ്കെടുക്കാൻ പോയതാണ് അവർ, ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഫ്യൂണറൽ സർവീസിൽ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പോവുകയും അതിനുശേഷം തിരിച്ച് അവിടെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് ലെബനനിൽ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്താണ്, തിരിച്ച് ജോലിസ്ഥലമായ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഹോൾഡറാണ്. അപ്പോൾ അവിടെ വരുന്ന സമയത്താണ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീഷ്യൽസ് എയർപോർട്ടിൽ വെച്ച് ഇവരെ പിടിക്കുകയും തിരിച്ച് അടുത്ത ഫ്ലൈറ്റിന് അയക്കുകയും ചെയ്തു. ഇപ്പോൾ ചില മീഡിയകളൊക്കെ പറയുന്നു, ഈ പറയുന്ന റാസ അലീഫ് എന്ന് പറയുന്നവർ ഈ ഹിസ്ബുള്ളയുടെ തലവനായ കൊല്ലപ്പെട്ട നസറുള്ളയുടെ ക്ലോസ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട് കൂടിയായിരുന്നു. ഇവരേകദേശം 8-10 പ്രാവശ്യം ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഈ സ്ത്രീ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയെ ഭയങ്കര സംശയം. ഇത്രയും അടുപ്പം ഉണ്ടായിട്ട് പോലും അമേരിക്കൻ ഇൻ്റലിജൻസിന് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതൊരു ഭയങ്കര രസകരമായ സംഭവമാണ്. ഗേൾ ഫ്രണ്ട് ആയിട്ട് 10 പ്രാവശ്യം നേരിട്ട് കണ്ടു. അതായത് ലെബനൻ പോയി നേരിട്ട് കണ്ടു, ഇവർ സംസാരിച്ചിരുന്നു, ഇവർക്ക് ഇത്രയും ഫണ്ട് അയച്ചിരുന്നു. പല ചാനലിൽ കൂടെ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന സാലറി മറ്റ് പല ചാനലിൽ കൂടെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി അയച്ചിരുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും പണം വാങ്ങിയിട്ട് നസറുള്ളയുടെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പണം അയച്ചിരുന്നു. ഇവർ കടുത്ത രീതിയിൽ ഒരു ഖമൈനിയുടെ ആരാധിക കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഖമൈനിയുടെ ഹിസ്ബുള്ളയുടെ ആരാധിക എന്ന് പറയുന്നത് അവിടെ ഒരു വിധത്തിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ആ ഖമൈനിയുടെ ആരാധികയും ഹിസ്ബുള്ളയുടെ നസറുള്ളയുടെ ഗേൾ ഫ്രണ്ടും കൂടിയായിരുന്നു ഈ റാസ അലീഫ്. ഓർക്കുമ്പോൾ തന്നെ ഭയമാകുന്നു. അവർക്കൊക്കെ ഇങ്ങനെ ഡോക്ടറാകാൻ സാധിക്കുന്നു. റാസ അലീഫ് ഡോക്ടറാണ്. മാത്യു സാമുവൽ സാറിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിഷയം കൂടി നിങ്ങളെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ ഡോക്ടറാണെന്ന് കൂടി. ഇവർ വലിയ രീതിയിൽ തന്നെ അമേരിക്കയിൽ പഠനവും അതോടൊപ്പം തന്നെ ജോലിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. അപ്പൊ ഇവരുടെ മുന്നിൽ ഒരു ജൂത വിശ്വാസിയായിട്ടുള്ള ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ഇവർ വർക്ക് ചെയ്യുന്ന പ്രദേശങ്ങളിലെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ഇവർ ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എല്ലാവർക്കും കൈമാറുമെന്നുള്ളതിൽ 1% പോലും തർക്കമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ലോകത്തിൽ എത്ര സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളിലാണെങ്കിലും ചിരിച്ചുകൊണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻ കാണിച്ചുകൊണ്ട് പ്രധാനമായിട്ട് അവർക്ക് ശത്രുതയുള്ള ഏത് രാജ്യത്തും കയറി കൂടാനായിട്ട് അവർക്ക് സാധിക്കും. ഇതാണ് ഈ റാസ അലീഫ് എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കണം.
ഹിസ്ബുള്ള എന്ന് പറയുന്ന ആഗോള ഭീകരവാദ സംഘടനയുടെ തലവനായിട്ടുള്ള നസ്രുള്ളയുടെ കാമുകി. ചിന്തിച്ചു നോക്കണം, ഈ നസ്രുള്ളയെ പോലെയുള്ള ഒരാളായിട്ട് ബന്ധം വെക്കുകയും എന്ത് ധൈര്യത്തിലാണ് ഇവർ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എത്ര നാളുകളായിട്ട് ഒരു അമേരിക്കയിലുണ്ട്, അവിടെ നിന്ന് തൻ്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികത്തിന്റെ 75% ഹിസ്ബുള്ള ഭീകരവാദികളുടെ ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി കൈമാറുന്ന ഒരു സ്ത്രീ. നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിലൊക്കെ ഇവരുടെ ഇതേ മനോഭാവമുള്ള എത്രയോ ആളുകൾ പല സംവിധാനങ്ങളിലും കയറി പറ്റിയിട്ടുണ്ടാവും. അമേരിക്കയിൽ ഇവർക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം വലിയ തരത്തിൽ ഇവന്മാരുടെ സ്വാധീനമുള്ള പല സംവിധാനങ്ങളും ഉണ്ടാവും. ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് അവരുടേതായിട്ടുള്ള വിഷം കുത്തിവെക്കേണ്ടത്, രാജ്യത്തെ ഉപദ്രവിക്കാനായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പണി ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾ അമേരിക്കയുടെ അകത്ത് പോലും കയറി ചെല്ലുക എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിനെയാണ് പലപ്പോഴായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു സൂചനയായിട്ട് അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത്. എന്താണ്? അഭയാർത്ഥികളെ കയറ്റും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ മനുഷ്യാവകാശ സംവിധാനങ്ങളൊക്കെ പറഞ്ഞ് പാടി നടക്കുന്ന ആളുകളാണ് യൂറോപ്പിലെ ചില ആളുകൾ. ഈ യൂറോപ്പിലെ യുവമാരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ലെബനൻ, അതോടൊപ്പം തന്നെ പല സിറിയ അടക്കമുള്ള പല രാജ്യങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പലായനം ചെയ്യുന്ന ആളുകൾ ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വന്ന് കുടിയേറി പാർക്കുന്നതിനായിട്ടുള്ള വലിയ സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ടൊക്കെ ആദ്യത്തെ ഘട്ടം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ നിൽക്കും. എന്നിട്ട് അവർ അവിടെ കയറി പറ്റിയതിന് ശേഷം പതുക്കെ പതുക്കെ അവരുടെ സ്വഭാവം കാണിക്കും, അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും, തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ISIS-ന്റെ പ്രവർത്തകന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂറോപ്പിലുണ്ട്. എത്ര ആളുകൾ ഏതെല്ലാം രീതിയിലാണ് ഇവർ ആക്രമണ പരമ്പരകൾ അവിടെ നടത്താനായിട്ട് ശ്രമിക്കുന്നത്, എത്ര ആളുകളെ കൊലപ്പെടുത്തി. ഈ അഭയാർത്ഥികൾ വന്നതിന് ശേഷം യൂറോപ്പിൽ അശാന്തി പൂർണ്ണമായിട്ട് പടർന്നു എന്ന് തന്നെ പറയാം. അമേരിക്കയിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഈ പ്രധാനമായിട്ട് നമ്മുടെ ന്യൂ ഇയർ ദിനത്തിൽ ഒരു ജിഹാദി ഭീകരവാദി ISIS-ന്റെ സജീവ പ്രവർത്തകനാണ് ഇയാൾ എന്താ ചെയ്തത്? ഒരു വലിയ തരത്തിലൊരു ട്രക്കുമായി വന്നുകൊണ്ട് പരിപാടിയിൽ സജീവമായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിന്ന അമേരിക്കക്കാരുടെ ശരീരത്തിലൂടെ ഇത് ഇടിച്ച് കയറ്റി ഇറക്കുക, തോക്ക്, കത്തി പോലെയുള്ള മറ്റു മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൂടി കണ്ടെടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവക്കാരായിട്ടുള്ള സുഡാപ്പി ജിഹാദി ഭീകരന്മാര് നമ്മുടെ രാജ്യത്തും ലോകം മുഴുവനും ഇവരുടേതായിട്ടുള്ള വിഷം പടർത്തി വിടാൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ അവർ മറ്റുള്ളവർ എന്ന് വെച്ചാൽ അവരുടെ ആശയത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പൊ റാസ അലീഫിനെ പോലെയുള്ള ഒരു ഡോക്ടർ കൂടിയായിട്ടുള്ള ഈ ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് അവരുടെ ആശയത്തിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, അത് ഹിന്ദു ആവട്ടെ, സിഖുകാരനായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജൂതനായിക്കോട്ടെ, ആര് വന്നു കഴിഞ്ഞാലും അവന്റെ ആ രോഗിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏതെല്ലാം തരത്തിൽ ഇവരിത് കാണിക്കും. ഓസ്ട്രേലിയയിൽ ഒരു ഡോക്ടറും അതോടൊപ്പം തന്നെ ഒരു നഴ്സും കൂടി ഇരുന്ന് വീഡിയോ ചെയ്ത കാര്യം അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കണ്ട് മനസ്സിലാക്കിയതാണ്. ജൂതന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് അവർ പറഞ്ഞ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ഭീകര സ്വഭാവമുള്ള ആളുകൾ ലോകത്ത് മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും അമേരിക്ക വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെയാണ് ഇവരെ കൈകാര്യം ചെയ്തു. പെട്ടെന്ന് തന്നെ കയറ്റി വിട്ടിരിക്കുകയാണ്, ഒരു തർക്കവുമില്ല.